ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മറ്റൊരു മതത്തിനുമില്ലാത്ത ധാരാളം പ്രത്യേകതകൾ ഇസ്ലാം മതത്തിനുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് മറ്റെല്ലാ മതങ്ങളും മറ്റെല്ലാ മതപുരോഹിതന്മാരും വിമർശിക്കപ്പെടാം, ജനാധിപത്യ രാജ്യമായതുകൊണ്ട്. പക്ഷേ ഇസ്ലാം വിമർശിക്കപ്പെടാൻ പാടില്ല. മുസ്ലിം പുരോഹിതരെ വിമർശിക്കണമെങ്കിൽ അപാരമായ ഗഡ്സ് അനിവാര്യമാണ്. ചിലപ്പോൾ കേസ് വരും, ചിലപ്പോൾ അവർക്ക് ഭീഷണി ഉണ്ടാകും, ചിലപ്പോൾ കൊല്ലപ്പെടുകയും ചെയ്യാം. കാരണം ചേകനൂർ മൗലവിയൊക്കെ നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണല്ലോ. എന്നാൽ നമ്മുടെ കൂടി നികുതി പണം ഉപയോഗപ്പെടുത്തിയാണ് മദ്രസകളിൽ ഉസ്താദുമാർ പഠിപ്പിക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും. ഇതിനൊക്കെ ഒരു അവസാനം വരേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലായിട്ട് പോലും വാർത്താമാധ്യമങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഈ വിഷയം വല്ലാതെ വൈറലാക്കും. ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നത്? പീഡനങ്ങളായിരുന്നാലും എല്ലാം ഉസ്താദുമാർ ഇതൊക്കെ നിരന്തരം ചെയ്യുന്നു. അതിനെ ന്യായീകരിക്കുന്നതാണ് അതിലേറെ വിഷമം. നമ്മുടെ നികുതിപ്പണം പോകുന്നത് ഉസ്താദുമാരുടെ ഖജനാവിലേക്കാണ്. ഈ ഉസ്താദുമാരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ നമ്മൾ അധ്വാനിച്ച് നമ്മുടെ നാടിനു വേണ്ടി സർക്കാരിന് കൊടുക്കുന്ന ഈ നികുതിപ്പണം ഏത് രൂപത്തിലാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവര് സമുദായത്തെ സേവിക്കുകയാണോ? ഇവര് മദ്രസകളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എന്ത് രൂപത്തിലുള്ള വിജ്ഞാനമാണ് അവരിൽ നിന്നും ലഭിക്കുന്നത്? ഇവർക്ക് എന്ത് ക്വാളിഫിക്കേഷനാണുള്ളത് കുട്ടികളെ മതം പഠിപ്പിക്കാൻ? ഏതോ കാലഘട്ടത്തിൽ ആരോ അന്യഭാഷയിൽ എഴുതി പിടിപ്പിച്ച ഇത്തരം ഗ്രന്ഥങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നവർക്ക് പറയുന്ന പേര് പണ്ഡിതൻ. കഷ്ടപ്പെട്ട് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചവൻ ലോകത്ത് അറിയപ്പെടുന്നില്ല. പുസ്തകത്തിലെ അറിവുകൾ കാണാപ്പാഠം പഠിക്കുകയും അതെന്തോ വലിയ സംഭവമാണ് എന്ന് കരുതി ഒരു പ്രത്യേക ഈണത്തിലും താളത്തിലും രാഗത്തിലുമൊക്കെ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ആദരിക്കപ്പെടുകയും സ്വന്തം എഫേർട്ട് ഉപയോഗിച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങളുമായി പിന്നാലെ പോകുന്ന തോമസ് ആൽവ എഡിസൺമാർ, അടിമത്വം നിർത്തലാക്കിയ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരാരും ആദരിക്കപ്പെടുന്നില്ല. പാവങ്ങളെയും ക്യാൻസർ പേഷ്യൻറ്റുകളെയും ഒക്കെ, ക്യാൻസർ രോഗികളെയും ഒക്കെ ഛർദിൽ വരെ കയ്യിലെടുത്ത, എന്തിനേറെ പറയുന്നു, നമ്മുടെ നാടിനെ സേവിക്കുന്നതിനു വേണ്ടി ജീവൻ പോലും മാറ്റിവെച്ച, നമുക്ക് വേണ്ടി അവരുടെ എല്ലാം സമർപ്പിച്ച പട്ടാളക്കാർ പോലും ആദരിക്കപ്പെടുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഏതോ കിതാബുകൾ കാണാപ്പാഠം പഠിച്ച ആളുകൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നത്. ഇവര് നമ്മുടെ രാജ്യത്തിന്, അതല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ കുടുംബത്തിന്, മുസ്ലിം സമുദായത്തിന് നൽകുന്ന സംഭാവനകൾ എന്താണെന്നറിയണ്ടേ? ഞെട്ടണ്ട, ഒന്ന് അനങ്ങിയാൽ മതി. അസ്മാന്റെ മൗലിയന്മാരൊക്കെ കൊറോണ പിടിച്ച് മരിച്ചു, ബാക്കി ഒരുപാട് തങ്ങന്മാര് മരിച്ചു. നിങ്ങൾ മാസ്ക് വെക്കണം. ഞാൻ പറഞ്ഞു, ചങ്ങന്മാരെ, മൂക്കിലൂടെയല്ല വൈറസ് വരുന്നത്, വായയിലൂടെയല്ല വൈറസ് വരുന്നത്. അത് ശാസ്ത്രീയ ലോകത്ത് പറയാനുള്ള അധികാരം എന്നെ ചുമതലപ്പെടുത്താത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങളെ ഞാൻ തെളിയിച്ചു തരും. വൈറസ് വരുന്നത് കാലിന്റെ അടിയിലൂടെയാണ്. ഇപ്പോൾ മദ്രസകളിൽ നമ്മൾ നമ്മുടെ മക്കളെ വിടുമ്പോൾ നമ്മൾ വിചാരിക്കും ആരോ ഏതോ കാലത്തിൽ എഴുതിയ പുസ്തകക്കെട്ടുകളിലെ അറിവുകൾ മാത്രമാണ് കിട്ടുന്നതെന്ന്. അല്ല. അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രീയമായ അറിവുകളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഒരു ശാസ്ത്രത്തിൻ്റെ അറിവ് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഞെട്ടണ്ട, ഒന്ന് അനങ്ങിയാൽ മതിയെന്ന്. അടുത്തത്, ടോയ്ലറ്റിൽ പോകുന്നവർ ഈ മര്യാദകൾ പാലിച്ചിട്ടില്ലെങ്കിൽ വലിയ വിഷമമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതായത് 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട്. അതിൽ 3 കാര്യം മാത്രം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ടോയ്ലറ്റിൽ കയറിയാൽ പാട്ട് പാടുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ.
അത് ആവർത്തിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബാത്റൂമിൽ നിന്ന് നെറ്റമായി കുളിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തിനെ എല്ലാം തകർത്ത് കളയും. അതായത് ദാരിദ്ര്യം തന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഒരുപാട് സമയം ടോയ്ലറ്റിൽ ചെലവഴിക്കുന്നവരാണോ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൈൽസ് രോഗം തന്ന് പരീക്ഷിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കിക്കേ. അല്ല, പ്രവാചകൻ ബാത്റൂമിൽ നഗ്നനായിട്ടായിരുന്നോ സുഹൃത്തെ കുളിച്ചിരുന്നത്? ജീവിതത്തിൽ ഒരിക്കലും ഒരു മൃദുവായ റൊട്ടിക്കഷ്ണം പോലും പ്രവാചകൻ കഴിച്ചിട്ടില്ല എന്നാണ് പ്രവാചകനെ കുറിച്ച് എഴുതപ്പെട്ട ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. പ്രവാചകൻ പരമദരിദ്രനായി പടച്ചട്ട വരെ പണയം വയ്ക്കപ്പെട്ടവനായിട്ടാണ് മരിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ ബാത്റൂമിൽ നഗ്നനായിട്ടാണ് കുളിച്ചിരുന്നത് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു? മനുഷ്യന് ദാരിദ്ര്യം വരുന്നതും മറ്റു പ്രയാസങ്ങൾ വരുന്നതും രോഗം വരുന്നതുമൊക്കെ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങൾ. പാട്ടുപാടിയാണ്. പോകുന്നവർ ഈ മര്യാദകൾ പാലിച്ചിട്ടില്ലെങ്കിൽ വലിയ വിഷമമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതായത് 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട്. അതിൽ 3 കാര്യം മാത്രം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ടോയ്ലറ്റിൽ കയറിയാൽ പാട്ട് പാടുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നതാണ്. അപ്പോ പ്രവാചകൻ പാട്ടുപാടുമായിരുന്നോ? പോട്ടെ, ഇത് പ്രവാചകനാണ് പഠിപ്പിച്ചതെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബാത്റൂം ഉണ്ടായിരുന്നു സുഹൃത്തെ. പ്രവാചകന്റെ ഭാര്യമാര് പോലും നേരമൊന്ന് സന്ധ്യയായാലാണ് അപ്പിക്കുപ്പായവും ഇട്ട് അവരുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോയിരുന്നത് എന്നാണല്ലോ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ബാത്റൂമിൻ്റെ ഇങ്ങനെ ഒരു സിസ്റ്റമൊക്കെ പിൽക്കാലത്ത് വരുമെന്ന് പ്രവാചകൻ കണ്ടെത്തിയത്? ബാത്റൂമിൽ ഇടത് കാല് വെച്ച് കയറണം, വലത് കാല് വെച്ച് ഇതൊക്കെ ആര് പറഞ്ഞു? പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബാത്റൂം സിസ്റ്റം ഇല്ല. പിന്നെ ടോയ്ലറ്റിൽ കയറുമ്പോഴേക്ക് അല്ലാഹുവേ ആൺ പെൺ പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ്? ആര് പറഞ്ഞതാണ് ഇതൊക്കെ? ഇതാര് പഠിപ്പിച്ചതാണ്? പ്രവാചകൻ ദരിദ്രനാകാൻ കാരണം ബാത്റൂമിൽ നഗ്നനായി കുളിച്ചതുകൊണ്ടാണ്. രണ്ടാമതാ പറയാൻ പോകുന്നത്. ആദ്യം പറഞ്ഞത് എന്താ? ബാത്റൂമിൽ പാട്ടുപാടുന്നവനാണോ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കും. 1 കഴിഞ്ഞു, അടുത്ത 2. ബാത്റൂമിൽ നിന്ന് നെറ്റമായി കുളിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തിനെ എല്ലാം തകർത്ത് കളയും. അതായത് ദാരിദ്ര്യം തന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മുടെ വരും തലമുറയെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇവരെത്ര തലമുറയോടാണ് ഈ ദ്രോഹം ചെയ്യുന്നതൊക്കെ. അടുത്തത്, പ്രാവിന്റെ കാട്ടം ചുട്ട് പുകയേൽക്കുന്നത് പ്രസവത്തിനേറ്റം എളുപ്പമെന്നാണുള്ളത്. ഇവര് മാനസിക രോഗികളാണ്. പ്രാവിന്റെ കാട്ടം ചുട്ട് പുകയേൽക്കുന്നത്. അതോ ഇവര് ഭ്രാന്തന്മാരാണോ? ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ നിന്ന് കയറും പൊട്ടിച്ച് ചങ്ങലയും പൊട്ടിച്ചെടുത്ത് ചാടി വന്നതാണോ? പ്രാവിൻ്റെ കാട്ടമേ ചുട്ടതിൻ്റെ പുകയേറ്റാൽ പ്രസവം എളുപ്പമാകുമെന്ന്. ഇവരൊക്കെയാണ് നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. പുതിയ ഒരു സമുദായത്തെ സംസ്കരിച്ചു കൊണ്ടുവരിക. എങ്ങനെയുണ്ട്? ഇവർ നമ്മുടെ നാടിനെ സംസ്കരിച്ചാൽ, ഇവർ നമ്മുടെ നാടിനെ പുരോഗതിയിലെത്തിച്ചാൽ, ഈ രൂപത്തിലാണെങ്കിൽ എവിടെ എത്തുമെന്നത് ചിന്തിച്ചാൽ മതി, മനസ്സിലാവും.